ഈ കാണുന്നത് ഒരു ഹീറോ ഗ്ലാമറിൻ്റെ സ്പീഡോമീറ്റർ ആണ് കേട്ടോ. 2014-2013 മോഡൽ ഹീറോ ഗ്ലാമറിൻ്റെ സ്പീഡോമീറ്ററാണ്. ഇതിൻ്റെ LCD ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് റിപ്പയറിങ്ങിന് വന്നതായിരുന്നു. അപ്പോൾ നമുക്ക് ഏതായാലും കഴിച്ചു നോക്കാം. ഏകദേശം 10ഓളം സ്ക്രൂകൾ റിമൂവ് ചെയ്താൽ ഇത്തരത്തിൽ ഈ ഒരു ബാക്ക് കവർ കഴിച്ചെടുക്കാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ബാക്ക് കവറിൻ്റെ മുകളിൽ അങ്ങനെ വലിയ രീതിയിൽ പാർട്സുകളൊന്നുമില്ല. ഇതിൻ്റെ മെയിനായിട്ടുള്ള ബോർഡ് ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു PCB സ്ക്രൂ ഒന്നും ഇല്ലാതെയാണ് ഇത്തരത്തിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് ഇത്തരത്തിൽ പതിയെ പുറകോട്ട് വലിച്ചെടുക്കാം. ഇവിടെ കാണുന്നത് ആണി പോലെയുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് നമ്മുടെ റീസെറ്റ് ബട്ടൺ ഉണ്ടല്ലോ, ട്രിപ്പ് മീറ്ററിൻ്റെ അകത്ത് വീണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ LCD ഡിസ്പ്ലേയും നമുക്ക് റിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. മെയിനായിട്ട് LCD ഡിസ്പ്ലേ റിപ്പയർ ചെയ്യാനാണ് നമ്മുടെ അടുത്ത് കസ്റ്റമർ ഇത് കൊണ്ടുവന്നത്. അറിയുന്ന ആളുടെ വണ്ടി തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലോട്ട് പവർ സപ്ലൈ കൊടുത്തതിന് ശേഷം ഡിസ്പ്ലേ വർക്കിംഗ് ആണോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യാം. പവർ സപ്ലൈ കൊടുത്തപ്പോൾ തന്നെ ഡിസ്പ്ലേയുടെ പിറകിലുള്ള ബാക്ക് ലൈറ്റൊക്കെ ഓൺ ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സ്പീഡോമീറ്ററിൻ്റെ നീഡിൽ 140 പോയി വീണ്ടും 0 തന്നെ വന്നിട്ടുണ്ട്. അതൊരു പ്രത്യേക രസം കേട്ടോ കാണാൻ. ഈ സ്പീഡോമീറ്ററിൻ്റെ നീഡിലിനെ ഇത്തരത്തിൽ നമുക്ക് പുറത്തോട്ട് പറിച്ചെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു നീഡിൽ റിമൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഒടിഞ്ഞു പോകരുത്. ഇതൊരു ഗ്ലാസ് ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത്. അത് ഒടിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു PCBക്ക് മുന്നിലായിട്ട് നൽകിയിരിക്കുന്ന LCD ഡിസ്പ്ലേയുടെ കേസ് ഈ വിധത്തിലാണ് PCBയുടെ ഭാഗത്ത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം ടൈറ്റ് കിട്ടുന്ന വിധത്തിൽ അവർ കണ്ടുപിടിച്ച ഒരു ടെക്നോളജി ആയിരിക്കാം ഈ കാണുന്നത്. അതെന്തായാലും ഒരു അരോചകമായിട്ട് തോന്നുന്നുണ്ട്. അത് 1-2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ തന്നെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഇത്തരത്തിൽ നോസ് പ്ലെയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കറക്റ്റ് ആ ഗ്രൂവിൻ്റെ ഷേപ്പിലോട്ട് ആക്കിയിട്ട് വേണം തള്ളി പുറത്തെടുക്കാൻ. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഡിസ്പ്ലേ യൂണിറ്റ് പുറത്തെടുക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ക്രൂ തന്നിട്ടുണ്ട്. ഈ ഒരു സ്ക്രൂ കഴിച്ചാൽ മാത്രമേ അപ്പുറത്തുള്ള ആ ഒരു പാർട്ടിനെയും നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ആ ഒരു സ്ക്രൂ കഴിച്ചു മാറ്റിയതോടുകൂടി നമുക്ക് ഈ ഒരു മീറ്ററിൻ്റെ PCBയെയും അതുപോലെ തന്നെ ഈ ഒരു പോർഷനെയും സെപ്പറേറ്റ് ചെയ്യാൻ കഴിയും കേട്ടോ. ഇത് ഇവിടെ ഈ ഒരു പിങ്ക് കളറിൽ ബ്ലാക്ക് ലൈൻ കൊടുത്തിരിക്കുന്നത് കാണാൻ കഴിയും. അഭാഗത്തൂടെയാണ് നമ്മുടെ ഈ ഒരു LCD ഡിസ്പ്ലേയുടെ ഓരോ സെഗ്മെൻറ്റും വർക്ക് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സിഗ്നലുകളും കാര്യങ്ങളൊക്കെ പാസ് ചെയ്യുന്നത്. അപ്പോൾ അഭാഗത്ത് നമ്മൾ ചളിയും കരിയൊന്നും പറ്റാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ ഒരു ബ്ലാക്ക് കവർ കഴിച്ചെടുക്കണം. ഈ ഒരു LCD ഡിസ്പ്ലേക്ക് വലിയ രീതിയിലുള്ള തകരാറുകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതിൻ്റെ ജസ്റ്റ് പൊളാറൈസർ ഒന്ന് കേടുവന്ന് പോയതാണ്. പൊളാറൈസർ ഫിലിം നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആംഗിളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നമ്മൾ തന്നെ കട്ട് ചെയ്ത് അതിനകത്ത് ഒട്ടിച്ചതാണ്. അപ്പോൾ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും സമയത്തെ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്ത് ലാസ്റ്റ് ഓഫാക്കി. അത് ഏകദേശം വിജയകരമായിട്ട് പൂർത്തീകരിച്ചപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തത് എന്നുള്ളൂ. എല്ലാവർക്കും ചെയ്യാവുന്നൊരു പരിപാടിയേ ഉള്ളൂ. ആ പൊളാറൈസർ ഫിലിം മേടിക്കുക, ആംഗിൾ നോക്കുക, കട്ട് ചെയ്യുക, അതിലോട്ട് വയ്ക്കുക, ഒട്ടിക്കുക. ഇനി ഒരു മീറ്ററിൽ നിന്ന് ഊരിയെടുത്ത ഓരോ പാർട്സും അതിൻ്റെ ഓർഡറിൽ തന്നെ ഇതിലോട്ട് തിരിച്ച് ഫിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ മീറ്റർ ഫുള്ളായിട്ട് ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു സ്ക്രൂ പോലും ബാക്കി ഉണ്ടാകാൻ പാടില്ല. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മൾ ഓരോ ഭാഗവും ഫിറ്റ് ചെയ്യുമ്പോൾ അത്രയും ശ്രദ്ധയോടുകൂടി ചെയ്യാം. നമ്മളിത് ഈ ഒരു സ്ക്രൂ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഈ 2 സ്ക്രൂവും തുരുമ്പ് പിടിച്ച് കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് കളർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ച് നോക്കാം. ആ തുരുമ്പ് പിടിച്ച സ്ക്രൂവിലെ ആ റസ്റ്റിനെയൊക്കെ റിമൂവ് ചെയ്ത് അവിടെ ചെറിയ രീതിയിൽ പെയിൻറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഊരിയെടുത്ത ഈ ഒരു നീഡിൽ തിരിച്ച് ഫിക്സ് ചെയ്യാം. ഇതിൻ്റെ കളറൊക്കെ മങ്ങിയിട്ടുണ്ട്, വേറൊരു കളറായി വന്നിട്ടുണ്ട്. കാലപ്പഴക്കം കൊണ്ടും ഒരുപാട് സമയം വെയിൽ കൊള്ളുന്നത് കൊണ്ടൊക്കെയാണ് ഇത്തരത്തിൽ LCD ഡിസ്പ്ലേയുടെ പൊളാറൈസർ കേട് ചെയ്യുന്നതും ഈ ഒരു നീഡിലിൻ്റെ കളർ മങ്ങിപ്പോകുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഒരുപാട് പഴക്കമുള്ള വാഹനങ്ങളിലൊക്കെയാണ്, അതുപോലെ ഒരുപാട് സമയം വെയിലത്തൊക്കെ നിർത്തിയിടുന്ന വാഹനങ്ങളിലൊക്കെയാണ് ഈ കംപ്ലൈൻറ്റുകൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ കണക്ഷൻ കൊടുത്ത് നോക്കിയപ്പോൾ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്യൂവൽ ഗേജ് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആവറേജ് മൈലേജ് കാണിക്കുന്നത്, ആ ഒരു റിയൽ ടൈം മൈലേജ് ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓഡോമീറ്റർ, അതുപോലെ ട്രിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം പക്കയായിട്ട് വർക്കിംഗ് ആണ് നമ്മുടെ ഈ ഒരു ഗ്ലാമറിൻ്റെ മീറ്റർ യൂണിറ്റ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ആർക്കും വീട്ടിൽ നിന്ന് ചെയ്യാവുന്നൊരു കാര്യമുള്ളത്, വലിയ സംഭവമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തതെന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.